സർക്കാരിന്റെ നവകേരള സർവേക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സർക്കാർ സർവേ എന്ന പേരിൽ CPM സ്ക്വാഡ് പ്രവർത്തനം നടത്തുകയാണ്. സർക്കാർ ചെലവിൽ സർവേ നടത്തേണ്ട കാര്യമില്ലെന്നും പ്രതിപക്ഷം എതിർക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. നവകേരള സർവേ എന്ന പേരിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് CPM-നും LDF-നും രാഷ്ട്രീയ പ്രവർത്തനവും സ്ക്വാഡ് പ്രവർത്തനവും നടത്താൻ സർക്കാരിൻ്റെ ചെലവിൽ ഒരു സ്ക്വാഡ് രൂപീകരിക്കുന്നതായി അറിഞ്ഞു. അതിനെ ഞങ്ങൾ അതിശക്തിയായി എതിർക്കും. നിങ്ങൾക്ക് പാർട്ടി പ്രവർത്തനം നടത്തണമെങ്കിൽ ആവാം, ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ സർക്കാർ ചെലവിൽ, നാട്ടുകാരുടെ ചെലവിൽ സ്ക്വാഡുണ്ടാക്കി സർവേ എന്നുള്ള പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അനുവദിക്കില്ല കേരളത്തിൽ ഒരു കാരണവശാലും. സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ, ഈ സർവേയുമായി ബന്ധപ്പെട്ട്, അതായത് CPM അനുഭാവികളായിട്ടുള്ള ആളുകളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് CPM-കാരെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സർവേയാണ്. അതിനെയാണ് പ്രതിപക്ഷം ഇപ്പോൾ എതിർത്തിരിക്കുന്നത്. ആ സർവേയുടെ വിശദാംശങ്ങൾ, ഒപ്പം തന്നെ പ്രതിപക്ഷം ഏത്തരത്തിലാണ് പ്രതിഷേധമുയർത്തുന്നത്? രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് മുമ്പ് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത്തരത്തിലൊരു സർവേ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ചയാവുകയും അത് മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്യുന്നത്. അത് പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. നവകേരളം സർവേ സംഘടിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എത്ര കണ്ട് ജനങ്ങളിലേക്ക് എത്തി, വികസന പദ്ധതികൾ എത്ര കണ്ടെത്തി, അത് ജനങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ എന്താണ്, അതുമായി ബന്ധപ്പെട്ട അവരുടെ നിർദ്ദേശങ്ങൾ എന്താണ് എന്നതൊക്കെ ഓരോ ആളുകളിൽ നിന്നും അതിൻ്റെ ഒരു പ്രതികരണം എടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നവകേരളം സർവേ നടത്താൻ തീരുമാനിച്ചിരുന്നത്. സംസ്ഥാനത്തെ ഏതാണ്ട് 85 ലക്ഷം കുടുംബങ്ങളിലേക്ക് സ്ക്വാഡ് ആയി സന്നദ്ധ പ്രവർത്തകരെത്തുന്നു. അവരവരുടെ വീടുകളിലെത്തി അവിടെ വീട്ടിലുള്ള ആളുകളെ കാണുന്നു, സംസാരിക്കുന്നു, സർക്കാരിൻ്റെ വികസന പദ്ധതികൾ അവരോട് വിശദീകരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുന്നു. അത് ക്രോഡീകരിച്ച് പഞ്ചായത്ത് തലത്തിലും പിന്നീട് നിയമസഭാ തലത്തിലും അത് പിന്നീട് ജില്ലാ തലത്തിലും ക്രോഡീകരിച്ച് സംസ്ഥാന സർക്കാരിന് കൈമാറുക എന്നതാണ് ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്ന് പക്ഷേ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇത് പൂർണ്ണമായും സന്നദ്ധ പ്രവർത്തകരെ കൊണ്ട് ചെയ്യിപ്പിക്കും, അതിന് താല്പര്യമുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക പോർട്ടലിലൂടെ. പക്ഷെ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞെങ്കിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള LDF-ന്റെ ഒരു സ്ക്വാഡ് വർക്കായി ആ സർവേ മാറുമെന്നുള്ളത് ഉറപ്പല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ വിമർശനങ്ങൾ ഉയരും, പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഉണ്ടാകും എന്നൊക്കെയുള്ളത് ഉറപ്പായിരുന്നില്ല. എന്നിട്ടും അതിലേക്ക് കടക്കുക എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് സന്നദ്ധ പ്രവർത്തകരാണ് ഇത് ചെയ്യുക, അവർക്ക് പ്രതിഫലം ഉണ്ടാവില്ല, മറിച്ച് ഈ സർവേയിൽ പങ്കെടുക്കുന്നവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നൽകും, അതിൽ താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന പരിശീലനം നൽകും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ ഓരോ നഗരസഭാ വാർഡുകളിലും 8 പേർ വീതവും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 6 പേർ വീതവും ഉള്ള ഒരു സ്ക്വാഡിനെ ഉണ്ടാക്കാനാണ് തീരുമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. ഇതാണിപ്പോൾ ആ സ്ക്വാഡ് പൂർണ്ണമായും CPM ഹൈജാക്ക് ചെയ്യുന്നു എന്നതാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അതായത് ഈ സ്ക്വാഡിലേക്ക് ആളെ കണ്ടെത്തുന്നത് CPM പ്രവർത്തകരെയാണ്. ആ CPM പ്രവർത്തകരെ ഉപയോഗിച്ച് ഈ സർക്കാർ ചെലവിൽ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു പാർട്ടി പ്രചരണം നടക്കുകയാണ് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതായത് ഈ സ്ക്വാഡ് എല്ലാ വീടുകളിലും കയറി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളാണ് വിശദീകരിക്കുന്നത്. സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ സംബന്ധിച്ച്, സർക്കാർ കഴിഞ്ഞ 5 വർഷം നടപ്പിലാക്കിയ പദ്ധതികൾ, ഇതൊക്കെ വിശദീകരിക്കുകയാണ് ഈ സ്ക്വാഡിന്റെ ചുമതല. അതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ എതിരായിട്ടുള്ള വികാരമുണ്ടോ എന്നുകൂടി മനസ്സിലാക്കണം. ഓരോ വീടുകളിൽ നിന്നും ആളുകൾ എന്താണ് സർക്കാരിന് അനുകൂലമായി എന്തെങ്കിലും പറയുന്നുണ്ടോ, എതിരായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നതൊക്കെ സംബന്ധിച്ച കാര്യങ്ങൾ കൂടി ഈ സ്ക്വാഡ് അവിടെ നിന്ന് ശേഖരിക്കും. അതായത് സ്വാഭാവികമായും എന്താ ചെയ്യുന്നത്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും ഒക്കെ മുന്നോടിയായി ഒരു തെരഞ്ഞെടുപ്പ് സർവേ സർക്കാർ നടത്തുകയാണ്. ഒപ്പം എനിക്ക് തോന്നുന്നു ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് അത് തീരുമാനിച്ചത് എന്ന് തോന്നുന്നു. അതിലേക്ക് കടക്കുമ്പോൾ ഇതിൽ എന്ത് ചിലവാണ് ഇതിൽ സർക്കാരിന് വരുന്നത്? അത് ഇവർക്ക് ഒരു തുകയായിട്ട് കൊടുക്കാൻ, അതായത് ഈ CPM-ന്റെ ആളുകളാണല്ലോ ഇത് ചെയ്യാൻ പോകുന്നത്, അവർക്കത് കൊടുക്കാനുള്ള സാധ്യതയാണോ? നേരിട്ട് നൽകുക, അതായത് ഇവർ ഈ പ്രവർത്തനം ചെയ്യുന്നതിന് പ്രതിഫലമായി നൽകുക എന്നതിലൊക്കെ തീരുമാനമായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടില്ലേ? സ്വാഭാവികമായിട്ട് ഇന്നിപ്പോൾ വി ഡി സതീശൻ പറഞ്ഞതുപോലെ അത് വലിയ ബുദ്ധിമുട്ട്. ഇപ്പം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള അവരുടെ പ്രചാരണം ഒരു വഴിക്ക് നടക്കുന്നു, സാമ്പത്തികമായി കൂടി ഇതിൽ അവർക്ക് ഗുണം ചെയ്യുന്ന തരത്തിൽ കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമല്ലേ?
ഇതല്ല ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം. ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സർക്കാർ ചെലവിൽ ഒരു സർവേ നടത്തുന്നു, സർക്കാർ ചെലവിൽ സർക്കാരിന്റെ പ്രചാരണം നടത്തുന്നു, LDFന് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി പ്രതിപക്ഷം ഉയർത്തി കാണിക്കുന്നത്. ഇതിൽ ഈ സന്നദ്ധ പ്രവർത്തകർക്ക് പൈസ കൊടുക്കില്ല എന്നാണ് നേരത്തെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. അതിനുവേണ്ടി പക്ഷേ ഈ പദ്ധതിക്ക് വേണ്ടി 20 കോടി രൂപ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു പക്ഷേ പ്രതിഫലം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണോ അതെയോ മറ്റ് ചെലവുകൾക്കൊക്കെ ആയിട്ടാണോ എന്നറിയില്ല. എന്തായാലും 20 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് ഉത്തരവിൽ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇത് CPM നിയന്ത്രണത്തിലേക്ക് ഈ സർവേ പോകുന്നു. CPMന്റെ ജില്ലാ കമ്മിറ്റികൾക്ക് സംസ്ഥാന കമ്മിറ്റി നൽകിയിട്ടുള്ളൊരു നിർദ്ദേശം ഈ സർവേയിലേക്ക് CPM അനുഭാവികളായ ആളുകളെ കണ്ടെത്തുക, അവരെ കണ്ടെത്തി എല്ലാ വാർഡുകളിലും അത്തരത്തിലൊരു സ്ക്വാഡിനെ ഉണ്ടാക്കിയെടുക്കുക, അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുക, അവരുടെ ഒരു ലിസ്റ്റ് സമർപ്പിക്കുക എന്നതാണ് CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ ജില്ലാ കമ്മിറ്റികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. അത് വരും ദിവസങ്ങളിൽ താഴെ ഘടകങ്ങളിലേക്ക് CPM ആ നിർദ്ദേശം നൽകും. അതോടുകൂടി പൂർണ്ണമായും CPM നിയന്ത്രണത്തിലുള്ള ഒരു സ്ക്വാഡായിരിക്കും കേരളത്തിലെ ഈ 85 ലക്ഷം കുടുംബങ്ങളിൽ കയറുക, അവിടെ സർക്കാരിന് വേണ്ടി പ്രചാരണം നടത്തുക. അതങ്ങനെ സർക്കാർ ചെലവിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തേണ്ടതില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നിലപാട്. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഇതിനെ പ്രധാനമായും എതിർക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഒരു പാർട്ടി പ്രചരണം സർക്കാർ ചെലവിൽ നടക്കുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഈ സന്നദ്ധ പ്രവർത്തകർക്ക് പണം കൊടുക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളൊന്നും ഈ ഉത്തരവിൽ കൃത്യമായി പറയുന്നില്ല.